എല്ലാവർക്കും HBയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്കാണ്. കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് PSC ആണെങ്കിലും SSC ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ബാങ്ക് എക്സാം ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു SSC എക്സാം ആണെങ്കിൽ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ ബാങ്ക് എക്സാമിന് ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റൻ കോഡിംഗ് ഡീകോഡിംഗ് SSCയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ SSCയുടെ ഏത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും നമുക്ക് റെയിൽവേ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. SSC റെയിൽവേ എക്സാമുകൾക്ക് ഏകദേശം ഒരേ പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ ഈ എക്സാമുകളിൽ ഏകദേശം ഒരുവിധമുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും, അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും 1 മാർക്കിനാണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ചില ടോപ്പിക്കിൽ നിന്ന് മാത്രമേ നമുക്ക് വെയിറ്റേജ് കൂടുതൽ കൊടുക്കത്തുള്ളൂ. അതായത് ഈ പറയുന്ന ലോജിക്ക് ബേസ്ഡ് ആയുള്ള ടോപ്പിക്, അതിലൊരു ടോപ്പിക്കാണ് ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് 1 മാർക്കിന് പകരം 2 മാർക്കോ 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ബാങ്ക് എക്സാമിന് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ്, പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് സാധാരണ രീതിയിൽ ബാങ്ക് എക്സാമിന് കോഡിംഗ് ഡീകോഡിംഗ് വരാം. ഓക്കെ, അപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 5 ടൈപ്പ് കോഡിംഗ് ഡീകോഡിംഗിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെറ്റർ കോഡിംഗ് ആണ്. ലെറ്റർ കോഡിംഗ് എന്ന് പറയും. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് നമ്പർ കോഡിംഗ് ആണ്. ഈ ലെറ്റർ കോഡിങ്ങും നമ്പർ കോഡിങ്ങും SSC എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ ഒരു വേർഡ് തന്നിട്ട് നിങ്ങൾക്ക് ഒരു കോഡ് തരും. ആ വേർഡ് കോഡായി മാറുമ്പോൾ ആ കോഡ് ഒന്നുകിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തായിരിക്കും കോഡിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്പർ യൂസ് ചെയ്തായിരിക്കും കോഡിയിട്ടുണ്ടാവുക. ഓക്കെ, അതിനാണ് നമ്മൾ ലെറ്റർ കോഡിങ് നമ്പർ കോഡിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് കോഡിംഗ് എന്ന് പറയുന്നത് അതും SSC എക്സാമിൽ കാണുന്ന ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് കോഡിംഗ് എന്ന് പറയും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് കോഡിംഗ് എന്ന് പറയും. പിന്നെ വരുന്നത് കണ്ടീഷണൽ കോഡിംഗ് ആണ്. കണ്ടീഷണൽ കോഡിംഗ് എന്ന് പറയും. അഞ്ചാമത് വരുന്നത് സെന്റൻസ് വൈസ് കോഡിംഗ് എന്ന് പറയും. സെന്റൻസ് വൈസ് കോഡിംഗ്. ഈ സെന്റൻസ് വൈസ് കോഡിങ്ങിനെ ബാങ്ക് എക്സാമിന് നമ്മൾ പറയുന്നത് ചൈനീസ് കോഡിംഗ് എന്നാണ് കേട്ടോ. ഇതിനകത്ത് ഈ 5 കോഡിങ്ങിനകത്ത് വരുന്നതിനകത്ത് കണ്ടീഷണൽ കോഡിങ്ങും സെന്റൻസ് കോഡിംഗ് ആണ് കൂടുതലും ബാങ്ക് എക്സാമിന് ചോദിക്കുക. അതുപോലെ തന്നെ ലെറ്റർ കോഡിങ്ങും നമ്പർ കോഡിങ്ങും ഒരു മെയിൻസ് ലെവൽ എക്സാമിനാണ് നമുക്ക് എന്ത് ആവശ്യം വരിക, ബാങ്ക് എക്സാമിന് ആവശ്യമായിട്ട് വരിക. ഇതുപോലെ തന്നെ ഈ പറയുന്ന 5 ടൈപ്പ് കോഡിങ്ങും SSC എക്സാമിൽ ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റർ കോഡിങ് നമ്പർ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നിപ്പോൾ ലെറ്റർ കോഡിങ് നമ്പർ കോഡിങ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഓക്കെ, അപ്പോൾ ഒരു ലെറ്റർ കോഡിങ് നമ്പർ കോഡിങ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വേർഡ് തന്നിട്ട് അതിന് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് കോഡ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു വേർഡ് തന്നിട്ട് അതിന് നമ്പേഴ്സ് യൂസ് ചെയ്ത് കോഡ് ചെയ്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരാം. ഒരു വേർഡും കോഡും തരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡ് എങ്ങനെ കോഡായി മാറി എന്ന ലോജിക്കാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഡീകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കോഡ് തരുമ്പോൾ അതിനെ നിങ്ങൾ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് എങ്ങനെ കോഡായി മാറി, അത് ലെറ്റർ ആയിരിക്കും മാർക്കുണ്ടാവുക, അല്ലെങ്കിൽ നമ്പർ യൂസ് ചെയ്തിട്ട് മാറ്റുണ്ടാവുക, അതെങ്ങനെ മാറി എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന വേർഡിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെറ്റർ ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നതും നമ്പർ യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്നതും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ആൽഫബറ്റ് ടേബിൾ ആണ്. ഈ ടേബിൾ നമ്മളൊരു എക്സാമിന് പോയി കഴിഞ്ഞാൽ എഴുതി വെക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് മാത്രമല്ല ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ഈ ഒരു ടേബിളിന്റെ ആവശ്യം നമുക്ക് വരും. അപ്പോൾ നമ്മൾ ടേബിൾ എഴുതുമ്പോൾ A മുതൽ Z വരെ എഴുതി വെക്കുമല്ലോ. നിങ്ങൾ നോക്കി മനസ്സിലാവും, ഞാൻ A മുതൽ M വരെ എഴുതിയിട്ടുണ്ട്. A മുതൽ M വരെ എഴുതിയിട്ട് N to Z തിരിച്ചെഴുതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡിംഗ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ A മുതൽ M വരെ എഴുതിയിട്ട് N മുതൽ Z വരെ എഴുതിയും എന്നിട്ട് അതിന്റെ പൊസിഷൻ നമ്പർ കൊടുത്തേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 1 മുതൽ 13, 14 മുതൽ 26 വരെയുള്ള പൊസിഷൻ നമ്പർ കൊടുത്തേക്കാണ് ചെയ്യുന്നത്. എന്തിനാണ് ടേബിൾ ഇങ്ങനെ എഴുതുന്നത്? ഓക്കെ, ടേബിൾ എന്തിനാണ്? നമുക്ക് A മുതൽ Z വരെ എഴുതിയാൽ പോരെ എന്നൊരു ഡൗട്ട് പലർക്കും വരാം. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ആവശ്യം ലെറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു ലെറ്റർ മറ്റൊരു ലെറ്ററായി മാറുന്നത് എങ്ങനെയാണ് എന്ന് കമ്പയർ ചെയ്യണം, അതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ നോക്കുമ്പോൾ ഇക്ക് പകരം I എന്ന് പറയുന്ന ഒരു ലെറ്റർ നിങ്ങളുടെ കോഡിൽ വരുവാണ്. അതായത് നിങ്ങളുടെ വേർഡിൽ E എന്ന് പറയുന്ന ലെറ്ററിന് പകരം I എന്ന് പറയുന്ന ലെറ്റർ കോഡായിട്ട് കൊടുത്തേക്കാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, E എന്ന് പറയുന്നത് I ആയി മാറി നോക്കുമ്പോൾ ഇന്നേക്കാൾ ഒരു 4 പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് I, അതുകൊണ്ടാണ് I വന്നത് എന്ന് നമുക്ക് ഒരു ലോജിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി ഇങ്ങനെ എഴുതുന്ന മറ്റൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെറ്റർ എടുത്താലും നിങ്ങൾക്ക് അതിന്റെ പൊസിഷൻ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഏത് ലെറ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പൊ ഞാനിപ്പോൾ E എന്ന് പറയുന്ന ലെറ്റർ എടുക്കുകയാണ്. ഓക്കെ, ഇയുടെ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളിൽ നോക്കിയാൽ മതി. ഇയുടെ പൊസിഷൻ എന്താണ്, 5 ആണ്.
അതുപോലെ ഇപ്പോൾ യുവിൻ്റെ പൊസിഷൻ ചോദിക്കുകയാണ്, യുടെ പൊസിഷൻ എന്തായിരിക്കും 21 ആയിരിക്കും. അങ്ങനെ തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാണ്ട് ലെറ്റേഴ്സും അതിൻ്റെ പൊസിഷൻസ് ഒന്നും ആരും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എഴുതി വെച്ച് നമുക്ക് അവിടെ നോക്കി പറയാമെന്നുള്ളതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ. ഓക്കെ, ഇനി ഏത് ലെറ്റർ എടുത്താലും അതിൻ്റെ റിവേഴ്സ് പൊസിഷൻ പറയാൻ സാധിക്കും. ഓക്കെ, റിവേഴ്സ് പൊസിഷൻ എന്താണ്? റിവേഴ്സ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇസഡിൽ നിന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ ഇട്ട് പോകുകയാണെങ്കിൽ കിട്ടുന്ന നമ്പറിനെയാണ് റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് പൊസിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ഡബ്ല്യൂൻ്റെ റിവേഴ്സ് പൊസിഷൻ വേണം. ഓക്കെ, ഡബ്ല്യൂൻ്റെ റിവേഴ്സ് പൊസിഷൻ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ഇസഡിൽ നിന്ന് നമ്പർ ഇട്ട് പോയാൽ നമുക്ക് ഡബ്ല്യൂന് കിട്ടുന്ന 4 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്പർ തരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ മതി, നേരെ ഓപ്പോസിറ്റ് ഇടുന്ന നമ്പർ നോക്കിയാൽ മതി. ഡബ്ല്യൂ അവിടെ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് ഇടുന്ന എന്താണ്? അതിൻ്റെ പൊസിഷൻ ആണ്. നേരെ ഓപ്പോസിറ്റ് ഇടുന്ന എന്താണ്? അതിൻ്റെ റിവേഴ്സ് പൊസിഷൻ ആണ്. ഇപ്പം ഞാനിപ്പോൾ എടുക്കുകയാണ്, ഐ എടുക്കുകയാണ്, ഐൻ്റെ റിവേഴ്സ് പൊസിഷൻ എത്രയായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ടി എടുക്കുകയാണ്, ടീൻ്റെ റിവേഴ്സ് പൊസിഷൻ എന്തായിരിക്കും? 7 ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് പൊസിഷൻ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ റിവേഴ്സ് ലെറ്റർ ഏതെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഏതൊരു ലെറ്റർ എടുത്താലും അതിൻ്റെ റിവേഴ്സ് ലെറ്റർ തന്നെ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ റിവേഴ്സ് പൊസിഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ കൺസെപ്റ്റിനകത്ത് ആ റിവേഴ്സ് പൊസിഷനിൽ ഒറിജിനലി ഇരിക്കുന്ന ലെറ്റർ, ഇപ്പം നിങ്ങളിപ്പോൾ ടിയുടെ റിവേഴ്സ് പൊസിഷൻ തന്നെ 7 ആണ്. ആ 7ൽ ഒറിജിനലി ഇരിക്കുന്ന ആരാണ്? ജി ആണ്. അതായത് ടീൻ്റെ റിവേഴ്സ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ജി ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പരസ്പരം ഓപ്പോസിറ്റ് ഇടുന്ന ലെറ്റർ എന്നുള്ള കൺസെപ്റ്റ് എടുത്താലും മതി, റിവേഴ്സ് ലെറ്റർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് റിവേഴ്സ് ലെറ്ററിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡിൽ ജെ എന്നൊരു ലെറ്റർ ഉണ്ടായിരുന്നു, അതിന് പകരം ക്യൂ എഴുതി. അപ്പോൾ എന്തുകൊണ്ട് ജെക്ക് പകരം ക്യൂ എഴുതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെയും പറയാം, ജെ കഴിഞ്ഞൊരു 7 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ക്യൂ വരുന്നതെന്ന് പറയാം. അല്ലാണ്ട് നമുക്ക് എന്ത് പറയാം? ജെയുടെ റിവേഴ്സ് ലെറ്റർ ആണ് ക്യൂ എന്നൊരു പാറ്റേൺ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഈ ഒരു ബേസ് ഈ ഒരു ടേബിൾ നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പോകുമ്പോൾ എഴുതി വെക്കാറുണ്ട്. മെയിനായിട്ടും SSC റെയിൽവേ എക്സാമുകളിലാണ് നമുക്ക് ഈ ടേബിളിൻ്റെ വളരെയധികമായിട്ടുള്ള ആവശ്യം വരിക. കാരണം ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ടേബിൾ ആവശ്യം വരും. നമ്മൾ ഓരോ ക്വസ്റ്റിനും ഓരോ ടേബിൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ടേബിൾ എഴുതി വെച്ചാൽ നമുക്ക് എന്താണ് 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഇതിങ്ങനെ തന്നെ എഴുതി ശീലിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ങനെയാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഫംഗ്ഷൻ ഈസ് റിട്ടൺ as NOITCNUF. Then how is sequence written in that code language? Okay, ഇതാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിനൊരു കോഡ് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു പുതിയൊരു വേർഡ് തന്നിട്ട് നിങ്ങൾക്ക് തന്നെ കോഡ് ചെയ്യാൻ പറയാം. ഒരു വേർഡും കോഡും തന്നിട്ട് പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ വേർഡ് എങ്ങനെ കോഡായി മാറി എന്ന ലോജിക് കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെ സെന്റൻസ് വൈസ് ആയിരിക്കും ക്വസ്റ്റ്യൻ കിടക്കുക അല്ലേ. അപ്പോൾ വേർഡ് ഇവിടെയും കോഡ് ഇവിടെ ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. നമ്മൾ എപ്പോഴും ഒരു വേർഡും കോഡും കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉടനെ അതങ്ങ് എടുത്ത് എഴുതുക. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതാം, വേർഡ് എടുത്ത് എഴുതി. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഡും എടുത്ത് എഴുതുന്നു. ഓക്കെ, വേർഡും കോഡും നിങ്ങൾ എടുത്ത് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഈ വേർഡ് ഈ കോഡായി മാറിയോ നിങ്ങൾ ഇവിടെ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളായിട്ട് ആ ലോജിക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളായിട്ട് ആ ലോജിക്ക് ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഓക്കെ, ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ഈ ഒരു കോഡായി മാറിയെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കാം, ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. കാരണം ക്വസ്റ്റ്യൻ കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എടുത്ത് എഴുതിയിരിക്കുകയാണ് അല്ലേ. നോക്കിയേ, FUNCITION റിവേഴ്സ് ഓർഡർ, ലെറ്റേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എടുത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സീക്വൻസ് നമുക്ക് ഈസി ആയിട്ട് മാറ്റി എഴുതാം. സീക്വൻസ് അല്ല നമുക്ക് എഴുതേണ്ടത്. എന്ത് എഴുതിയാൽ മതി? റിവേഴ്സ് ഓർഡറിൽ ലെറ്റർ എടുത്ത് എഴുതിയാൽ മതി. എങ്ങനെ വരും? ECNEQES കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റർ കോഡിങ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ പറയുന്നത് റീഅറേഞ്ച്മെന്റ് കോഡിങ് കേട്ടോ. റീഅറേഞ്ച്മെന്റ് കോഡിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ എവിടെയുള്ളൂ? കോഡിനകത്തുള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ കോഡിനകത്തുള്ളൂ. അതിനകത്ത് ഒരു ലെറ്റർ പോലും മിസ്സായിട്ടില്ല, ഒരു ലെറ്റർ പോലും എക്സ്ട്രാ വന്നിട്ടുമില്ല. ഓക്കെ, ജസ്റ്റ് അതിനകത്തുള്ള ലെറ്റേഴ്സിനെ ഒരു പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ. ജസ്റ്റ് ഇതിനകത്തുള്ള ലെറ്റേഴ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നു. പൊസിഷൻ മാത്രം എന്ത് ചെയ്യുന്നു? ലെറ്റേഴ്സിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റീഅറേഞ്ച്മെന്റ് കോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും
ഒരു ലെറ്റർ കോഡിങ് കിട്ടുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വേർഡും കോഡും ഒന്ന് എടുത്തെഴുതുക. ഓക്കെ, വേർഡും കോഡും ഇതുപോലെ ഒന്ന് എടുത്തെഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റീഅറേഞ്ച്മെന്റ് കോഡിങ് ആണോ എന്ന് നോക്കാം. ഓക്കെ, എന്താണ് റീഅറേഞ്ച്മെന്റ് കോഡിങ്, എങ്ങനെ റീഅറേഞ്ച്മെന്റ് കോഡിങ് മനസ്സിലാക്കാം? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രമേ കോഡിലുള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? റീഅറേഞ്ച്മെന്റ് കോഡിങ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇത് റീഅറേഞ്ച്മെന്റ് കോഡിങ് ആണ്. റീഅറേഞ്ച്മെന്റ് കോഡിങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയാണ് ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് മാറ്റിയത്, ആ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്ത ലോജിക് എന്താണ് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലെറ്റർ കോഡിങ്ങിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു വേർഡും അതിന്റെ കോഡും തന്നിട്ട് പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫംഗ്ഷനെ മറ്റ് പല രീതിയിൽ കോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഫംഗ്ഷനെ മറ്റ് 3 രീതിയിൽ ഇവിടെ കോഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ എഴുതി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കോഡ് ലോജിക്ക്, ഓരോ കോഡിന്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് സീക്വൻസിൽ നമ്മൾ കോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോന്നോരും നിങ്ങൾക്ക് സെപ്പറേറ്റ് അതായത് ഫംഗ്ഷൻ എഴുതിയിട്ട് ഈ കോഡ് എഴുതി വെച്ചിട്ട് എങ്ങനെയാണ് ആ ലോജിക്ക് വന്നതെന്ന് മനസ്സിലാക്കാം. അടുത്ത ഫംഗ്ഷൻ എഴുതിയിട്ട് ഈ കോഡ് എഴുതി വെച്ചിട്ട് എങ്ങനെയാണ് ആ ലോജിക്ക് വരുന്നത് മനസ്സിലാക്കാം. ഈ ഫംഗ്ഷനും ഈ വേർഡ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നേരെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലോജിക്കുകൾ പറയാം. നിങ്ങളൊന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാം ലോജിക്ക്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഒരു വേർഡും കോഡും ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഉടനെ നോക്കേണ്ടത് അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ. ഓക്കെ, നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് തന്നെയാണ്. ഇതെല്ലാം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. കാരണം ഈ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രമേ ഈ കോഡുകൾക്കത്തുള്ളൂ. ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല, ഒന്നും ഇതിനകത്ത് മിസ്സായിട്ടുമില്ല. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ ലെറ്റേഴ്സിന് ചേഞ്ച് ഉണ്ടാവുന്നതാണ് അർത്ഥം. ഇവിടെ അങ്ങനെ ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി എങ്ങനെയാണ് ലെറ്റേഴ്സിന്റെ പൊസിഷൻ മാറ്റുന്ന ആ ഒരു ലോജിക് ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് കണ്ട ലോജിക് ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന വേർഡ് 2 ഡിവൈഡ് ചെയ്തു. ഓക്കെ, 2 ഡിവൈഡ് ചെയ്തു. എൻ്റെ അവരെന്താ നോക്കിയേ, ഫസ്റ്റ് ഹാഫ് എടുത്താ ഇവിടെ ഇട്ടു, സെക്കൻഡിൽ ഇട്ടു, സെക്കൻഡ് ഹാഫ് എടുത്ത് ഫസ്റ്റിൽ ഇട്ടു. ഇത്രേ അവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ആ വേർഡ് 2 ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് എടുത്ത് സെക്കൻഡിലും സെക്കൻഡ് ഹാഫ് എടുത്ത് ഫസ്റ്റിൽ ഇട്ടു. ഇതാണ് അവിടുത്തെ ലോജിക് എന്ന് പറഞ്ഞത്. സിമ്പിൾ ലോജിക് കാണുമ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, ENCESEQU കഴിഞ്ഞു. ഓക്കെ, അടുത്ത നിങ്ങൾ ലോജിക് നോക്കുക. അടുത്ത ലോജിക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു പകുതിക്ക് വെച്ച് അവിടെ ഡിവൈഡ് ചെയ്തിട്ട് അവരെന്ത് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫിന് തിരിച്ചെഴുതി. കണ്ടോ, FUNC ഫസ്റ്റ് ഹാഫിന് തിരിച്ചെഴുതി. സെക്കൻഡ് ഹാഫിനെ അവരെന്ത് ചെയ്തു, തിരിച്ചെഴുതി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെ തിരിച്ചെഴുതുന്നു, സെക്കൻഡ് ഹാഫിനെ അവർ തിരിച്ചെഴുതുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ സീക്വൻസിലേക്ക് വരുന്നു, പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഫസ്റ്റ് ഹാഫിന് തിരിച്ചെഴുതുന്നു. അപ്പോൾ UQES അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ECNE കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ലാസ്റ്റ് വണ്ണിൽ വരുന്ന സമയത്ത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് നോക്കിയേ, FUUFI NCCNI TIITI ONNOI കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, സീക്വൻസിനെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ESUQNEEC ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് ഈ റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്ന്. നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി മനസ്സിലാക്കിയെടുത്ത് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേർഡും കോഡും തന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാനാണ് ചോദിക്കാറ്. പക്ഷെ ചില സമയങ്ങളിൽ ഒന്നിലധികം വേർഡുകൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തരാറുണ്ട്. അതായത് ഒരു വേർഡും ഒരു കോഡും, വീണ്ടും ഒരു വേർഡും ഒരു കോഡും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ 3 എക്സാമ്പിൾ തരാറുണ്ട്. അതായത് വേർഡ് കോഡ് ലാസ്റ്റ് ഒരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാം. അങ്ങനെ 2 അതിലധികമോ എക്സാമ്പിളുകൾ നമുക്ക് എന്താണ് തന്നിട്ട് ചോദിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് 2 എക്സാമ്പിൾ തരുന്നത്, ഒരു വേർഡും കോഡും പോരെ എന്ന് നമുക്ക് ഡൗട്ട് വരാം. ഓക്കെ, എന്തിനാണ് ഒന്നിലധികം എക്സാമ്പിൾ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേർഡ് കോഡായി മാറുന്നതിന് ഒന്നിലധികം ലോജിക്കുകൾ പറയാൻ സാധിക്കും. എല്ലായ്പ്പോഴുള്ള ചില സമയങ്ങളിൽ. ഓക്കെ, എല്ലായ്പ്പോഴുള്ള കൂടുതൽ സമയങ്ങളിൽ നമുക്ക് ഒരു ലോജിക്കേ കാണത്തുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിലധികം ലോജിക്കിൽ നമുക്ക് എന്താണ് ആ വേർഡിനെ ഈ പറയുന്ന കോഡായി മാറ്റാൻ സാധിക്കും. എങ്കിൽ അത് ഏത് ലോജിക്കാണെന്ന് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് 2 ലോജിക്കോ 3 ലോജിക്കോ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഏത് ലോജിക്കാണെന്ന് കൺഫേം ചെയ്യാനാണ് അവരെന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എക്സ്ട്രാ എക്സാമ്പിൾ തരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കേ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഫംഗ്ഷൻ ഈസ് റിട്ടൺ as UTONNIFC
and computer is called as UTRPOMEC. How is absolute written in that code language എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഡും കോഡും എടുത്ത് എഴുതുവാണേ. നിങ്ങൾ ആ വേർഡും കോഡും ഒന്ന് എടുത്ത് എഴുതാം. എന്നിട്ട് ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്താണ് ആ ലോജിക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്നാണ്. ഓക്കെ, ഞാൻ വേർഡും കോഡും എടുത്തെഴുതി. നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കട്ടെ, വേർഡിൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് മാത്രമേ എവിടെയുള്ളൂ, ഇതിനകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന ലോജിക്ക് വേണം നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും ചിലപ്പോൾ നമുക്ക്, കാരണം ഇങ്ങനത്തെ ലോജിക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് കോഡിംഗ് ഡീകോഡിംഗിന്റെ പ്രത്യേകത തന്നെ അതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക്കുകളുടെ ലോജിക്ക് ബേസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും പ്രത്യേകത ഇതാണ്. നമുക്ക് ലോജിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടൊരു ലോജിക്കാണ്, മുൻപ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു ലോജിക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അല്ലാത്തൊരു ലോജിക്ക് ആണെങ്കിൽ നമുക്കത് ടൈം എടുക്കും, കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാറുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പം കോഡിംഗ് ഡീകോഡിംഗിന്റെ ക്വസ്റ്റ്യനൊക്കെ ചില സമയത്ത് നമുക്ക് സ്ട്രഗിൾ വരുന്നതിന് കാരണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നതിന് കാരണം അത് ലോജിക്കുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് നോക്കണം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലാണ്ടായിരിക്കും നോക്കുക. ഇപ്പം ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ സെക്കൻഡിൽ പോകുന്നു, ഇവിടുത്തെ സെക്കൻഡ് ലെറ്റർ ഇവിടെ ഫസ്റ്റ് പോകുന്നു, ഇവിടുത്തെ തേർഡ് ലെറ്റർ ഇവിടെ ഫോർത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ ഇവിടെ, അങ്ങനെ നമുക്കൊരു എന്താണ് ഇങ്ങനെ ആയാലും വരിക. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അത് ഇവിടെ വരില്ല. ചിലർ നമ്പറൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് ആ നമ്പർ ഇവിടെ വരുന്നുണ്ട്, ആ ഒരു രീതിയിൽ റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ചെയ്യുന്നവരുണ്ട്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ആ ലോജിക്ക് അല്ല, അങ്ങനത്തെ ലോജിക്ക് അല്ല. കാരണം രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക് വേണം വരാനായിട്ട്. രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക് ഞാൻ ഈ പറഞ്ഞ ലോജിക്കാണ്. തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതി വെച്ചേക്കുകയാണ്. ഓക്കെ, നിങ്ങളിത് കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങളിപ്പം കണ്ടുപിടിക്കാൻ നോക്കിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയും ചിന്തിക്കും, കാരണം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ഇങ്ങനെയും ചെയ്യാം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ട് ഇപ്പം, അല്ലേ? ഓക്കെ, നമുക്ക് ഞാൻ അബ്സല്യൂട്ടിനെ കോഡ് ചെയ്യുകയാണ്. അപ്പോൾ ലോജിക്ക് മനസ്സിലാക്കിയാൽ കോഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആദ്യം എ വരും, പിന്നെ ബി വരും, പിന്നെ ഇ വരും, എൽ വരും, ഒ എസ് ടി യു. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച്മെന്റ് കോഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊസിഷൻസ് റീഅറേഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വെറുതെ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ഇടുന്ന, ലാസ്റ്റ് ലെറ്റർ സെക്കൻഡ് ഇടുക, അങ്ങനത്തെ ഒരു പാറ്റേൺ തന്നെ പറഞ്ഞ നിർബന്ധമില്ല. ഇങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക, റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റും ഒക്കെ വരാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പം വവൽസിനെ ആദ്യം എടുത്ത് എഴുതിയിട്ട് കൺസണൻസിനെ പിന്നീട് എഴുതുക എന്നുള്ള ലോജിക്ക് ഉപയോഗിക്കാം. അതും ഒരു റീഅറേഞ്ച്മെന്റ് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലോജിക്കുകൾ ഉപയോഗിക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കൺസെപ്റ്റ് പറയാൻ വേണ്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, okay. In certain code language, orange is written as PSBOHF. Then how is silver written in that code language? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക, വേർഡും കോഡും ഒന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇവിടെ ഓറഞ്ച് ആണ് വേർഡ്, കോഡ് വരുന്നത് PSBOHF എന്നാണ്, അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേർഡും കോഡും എടുത്ത് എഴുതിയിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്മൾ ഇത്ര നേരം ചെയ്ത ടൈപ്പ് കോഡിംഗ് ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുന്നത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് അല്ല. കാരണം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ കോഡിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്, പക്ഷേ ബാക്കി ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ അതിനർത്ഥം ലെറ്റേഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെയാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരിക, ടേബിളിന്റെ ആവശ്യം വരും. നമുക്ക് ജസ്റ്റ് പൊസിഷൻസ് മാത്രം റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടേബിളിന്റെ ആവശ്യം വരത്തില്ല, അല്ലെ? പക്ഷെ ഒരു വേർഡിലെ ലെറ്റേഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താണ്, എങ്ങനെ ഈ ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് വന്നു എന്ന ലോജിക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം,
ആൽഫബറ്റ് ടേബിളിന്റെ ആവശ്യം വേണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. വേർഡും കോഡും എടുത്ത് എഴുതിയിട്ട് നേരെ താഴേക്ക് നോക്കുക. അതായത് O എങ്ങനെ P ആകുന്നു, R എങ്ങനെ S ആകുന്നു, A എങ്ങനെ B ആകുന്നു, അതിനാണ് നമ്മൾ നേരെ താഴെ തന്നെ എടുത്ത് തരുന്നത് കേട്ടോ. എങ്ങനെ ഈ ലെറ്റേഴ്സിന് ചേഞ്ച് വരുന്നു നിങ്ങൾ ഇവിടെ നോക്കണം, ടേബിളിൽ നോക്കണം. അപ്പൊ നമുക്ക് O P ആകുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ Oക്ക് തൊട്ടടുത്ത ലെറ്റർ ആണ് P അല്ലെ, അല്ലെങ്കിൽ ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. +1 പൊസിഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ R S നിങ്ങൾ നോക്കുക, ആറിന് തൊട്ടടുത്തുള്ള ലെറ്റർ അല്ലേ S എന്ന് പറയുന്നത്, അതായത് ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്നു എന്നുള്ള രീതിയിൽ പറയാം. A നിന്ന് Bയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്നു. അതുപോലെ തന്നെ N നിന്ന് O ആണെങ്കിലും +1 പൊസിഷൻ ആണ്. G നിന്ന് Hയിലേക്കും +1 ആണ്. E നിന്ന് Fയിലേക്കും +1. എല്ലാ ലെറ്റേഴ്സും എന്ത് ചെയ്യുന്നു, ഒരു പൊസിഷൻ മാറി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ കോഡ് ചെയ്തിരുന്നത് ഒരു ലെറ്റർ പൊസിഷൻ മാറിയുള്ള ലെറ്റേഴ്സ് യൂസാണ് എന്ത് ചെയ്യുന്നത്, കോഡിങ് നടന്നിരുന്നത്. ഇതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. ഈ ലോജിക്, ഈ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്നാണ് നമ്മൾ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ഇങ്ങനെ നേരെ താഴേക്ക് നോക്കുക. ഓക്കെ, നേരെ ഇന്ന് നമ്മൾ പാരലൽ കോഡിംഗ് എന്ന് പറയാറുണ്ട്. നമ്മൾ നേരെ താഴേക്ക് തന്നെ കോഡ് ചെയ്ത് എഴുതുന്നതുകൊണ്ടാണ് പാരലൽ കോഡിംഗ് നമ്മൾ പറയുന്നത്. നിങ്ങൾ നേരെ താഴേക്കുള്ള ലെറ്റേഴ്സുമായിട്ട് ആ രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ കമ്പയർ നോക്കുക, ടേബിളിൽ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ. ഓക്കെ, പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിൽവറിനെ മാറ്റി എഴുതാൻ സാധിക്കും. നമുക്കിവിടെ കോഡിംഗ് നടന്നിരുന്ന പാറ്റേൺ എന്താണെന്ന് മനസ്സിലായി. എന്താണ്, ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ലെറ്റർ ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, സിൽവറിലെ ഓരോ പൊസിഷനിൽ ഓരോ ലെറ്ററിന്റെയും ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ലെറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ചെയ്ത് എഴുതാൻ സാധിക്കും. S കഴിഞ്ഞിട്ട് T, I കഴിഞ്ഞിട്ട് J, L കഴിഞ്ഞിട്ട് M, V കഴിഞ്ഞിട്ട് W, E കഴിഞ്ഞിട്ട് F, R കഴിഞ്ഞിട്ട് S കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് വരിക. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് പാരലൽ കോഡിംഗ് എന്ന്. ഓക്കെ, ലെറ്റർ കോഡിങ്ങിനകത്ത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് നമ്മൾ കണ്ടു, പാരലൽ കോഡിംഗ് കണ്ടു. അപ്പം പാരലൽ കോഡിംഗിനും ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് വരാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓറഞ്ച് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓറഞ്ചിനെ ഒരു 5 രീതിയിൽ കോഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു 5 രീതിയിൽ ഞാനിവിടെ കോഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതി നോക്കാം, അല്ലെങ്കിൽ നേരെ താഴെ തന്നെ എഴുതി നോക്കാം, കുഴപ്പമില്ല. സെപ്പറേറ്റ് എഴുതുവാണെങ്കിൽ ഓറഞ്ച് എഴുതിയിട്ട് QTC PIG എന്നെടുത്ത് എഴുതി വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഈ ഓറഞ്ചിലെ ഈ ലെറ്റേഴ്സ് ആയി മാറിയത്, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി, എങ്ങനെയാണ് മാറിയെന്ന് നോക്കുക. അതുപോലെ തന്നെ ഓറഞ്ചും NQZ MFD ചെയ്തിട്ട് നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കുക. പാറ്റേൺ കണ്ടുപിടിക്കാനാണ് സമയം എടുക്കുക. ആ പാറ്റേൺ ലോജിക് കണ്ടുപിടിക്കാൻ സമയം എടുക്കത്തുള്ളൂ. അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിൽവറിനെ മാറ്റി എഴുതാൻ സാധിക്കും. നമുക്ക് ടേബിളിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, തിരിച്ചു വന്നിട്ട് പാറ്റേൺ ഒന്ന് നോക്കുക. അപ്പൊ ഞാൻ എന്തായാലും പാറ്റേൺ പറയാൻ പോവുകയാണ്. ഫസ്റ്റ് വേണമെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓറഞ്ച് എങ്ങനെ QTC PIG ആയി. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഓരോ ലെറ്റേഴ്സും ആ ലെറ്റേഴ്സ് നമ്മൾ ടേബിൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് Oയും Qയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് പൊസിഷൻ കഴിഞ്ഞവരാണ്. അപ്പോൾ +2 പൊസിഷൻ ആണ്. ഓക്കെ, Rഉം Tയും നിങ്ങൾ നോക്കുകയാണെങ്കിലും +2 പൊസിഷൻ ആണ്. Aയും Cയും നോക്കുമ്പോഴും +2 പൊസിഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ ലെറ്റേഴ്സും +2 പൊസിഷൻ മാറി വരുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, പാറ്റേൺ എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി കാണിക്കുന്നതാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരു 3-4 ലെറ്റർ വെച്ച് നിർത്തി കളയരുത് നിങ്ങൾ. ഓക്കെ, ഇപ്പം 2 ലെറ്റർ നോക്കുമ്പോൾ തന്നെ +2 കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ലെറ്റേഴ്സിനും +2 വെച്ച് ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കളയരുത്. കാരണം ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഒരു പാറ്റേൺ ഒക്കെ മാറിക്കളയും. ചിലപ്പോൾ ആദ്യത്തെ 3 +2 ആയിട്ട് ബാക്കി -2 ആയി കളയും, അല്ലെങ്കിൽ ബാക്കി +1 ആയി കളയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ആദ്യത്തെ 2 ലെറ്റർ അവസാനത്തെ 2 ലെറ്റർ മാത്രം എന്ത് ചെയ്യും, പാറ്റേൺ മാറ്റും. അല്ലെങ്കിൽ ആദ്യത്തെ 3 ഒരു രീതിയിൽ പാറ്റേൺ മാറ്റും, അവസാനത്തെ 3 അതുപോലെ എഴുതും. അങ്ങനെ പല രീതിയിലുള്ള പാറ്റേൺസ് നമുക്ക് വരാം കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാ ലെറ്റേഴ്സും ഒന്ന് ഓടിച്ച് നോക്കിക്കോണം, ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ Nഉം Pയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ലെറ്റർ കഴിഞ്ഞിട്ട് തന്നെയാണ്. Gയും Iയും നോക്കുകയാണെങ്കിലും 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ്. Eയും Gയും നോക്കുകയാണെങ്കിൽ 2. അപ്പൊ ഇവിടെ എല്ലാം എന്താണ്, +2 പൊസിഷൻ മാറി വരുന്ന രീതിയിലാണ്. എല്ലാ ലെറ്റേഴ്സും +2 പൊസിഷൻ മാറി വരുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സിൽവറിനെ മാറ്റി എഴുതാൻ പറ്റും. S കഴിഞ്ഞിട്ട് ആര് വരും, U വരും. I കഴിഞ്ഞിട്ട് ആര് വരും, K വരും. L കഴിഞ്ഞിട്ട് ആര് വരും, N വരും. V കഴിഞ്ഞിട്ട് ആര് വരും, X. E കഴിഞ്ഞിട്ടാണെങ്കിൽ G വരും. R കഴിഞ്ഞിട്ടാണെങ്കിൽ T വരും. കഴിഞ്ഞു. ഇത് മാറ്റി എഴുതാൻ പറ്റും. ഇതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാറ്റേൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത പാറ്റേൺ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ +1 +2 നിങ്ങൾ കണ്ടല്ലോ. ഈ +1 +2 എന്ന് കണ്ടത് അത് +3 ആകാം, +4 ആകാം, +5 ആകാം. അങ്ങനെ എന്ത് നമ്പർ വേണമെങ്കിലും അത് നമുക്ക് ടേബിൾ നോക്കി കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കേട്ടോ. അടുത്തതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓറഞ്ച് NQZ MFD. അപ്പം Oയും N നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, Oയും N നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പൊസിഷൻ പുറകിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. -1 പൊസിഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അടുത്ത Rഉം Qയും നോക്കുകയാണ്. Rഉം Qയും എന്ന് പറയുമ്പോഴും എന്താണ്, -1. അങ്ങനെ ഇവിടുത്തെ എല്ലാ ലെറ്റേഴ്സും
ഒരു പൊസിഷൻ പുറകിലോട്ട് പോയിരിക്കുകയാണ്. ഒരു പൊസിഷൻ നേരത്തെ +1 കണ്ട പോലെ -1, അത് -1 ആവാം, -2 ആവാം, -3 ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ലെറ്റേഴ്സും -1 പൊസിഷൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിൽവറിനെ അതുപോലെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാണ്? ഫസ്റ്റ് ആര് വരും? R വരും. ഐക്ക് മുന്നിലുള്ള ലെറ്റർ ഏതാണ്? H ആണ്. എല്ലിന് മുന്നിൽ ലെറ്റർ ഏതാണ്? K ആണ്. വിക്ക് മുന്നേ ഉള്ളത് U ആണ്. ഇക്ക് മുന്നേ ഉള്ളത് D ആണ്. ആറിന് മുന്നേ ഉള്ളത് Q ആണ്. കഴിഞ്ഞു. ഓക്കെ, അടുത്ത പാറ്റേൺ നോക്കാം. PQBMHD. ഓക്കെ, PQBMHD. അപ്പം ഒയും പിയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ +1 പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ലെറ്റേഴ്സ് ആണ്. അതുപോലെ ആറും Q നിങ്ങൾ നോക്കുകയാണെങ്കിൽ -1 പൊസിഷൻ വരുന്ന ലെറ്റർ ആണ്. എയും ബിയും നോക്കിയാൽ +1 ആണ്. വീണ്ടും എന്നും എം നോക്കുമ്പോൾ -1, വീണ്ടും +1 -1. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് +1 -1 എന്ന് പറഞ്ഞ രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ആ പാറ്റേൺ കിട്ടിയാൽ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും അല്ലേ. സിൽവറിനെ മാറ്റി ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? ആദ്യം +1 ചെയ്യണം അല്ലേ. S കഴിഞ്ഞിട്ട് T, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഐക്ക് മുന്നേ ഉള്ള H, അത് കഴിഞ്ഞിട്ട് ആരാ വരിക? L കഴിഞ്ഞിട്ട് M, വിക്ക് മുന്നേ U, E കഴിഞ്ഞിട്ട് F, ആറിന് മുന്നേ Q. കഴിഞ്ഞു. പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡിനെ മാറ്റി എഴുതാൻ സാധിക്കും കേട്ടോ. അടുത്ത പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ PTDRLK എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഒയും പി നിങ്ങൾ നോക്കുമ്പോൾ +1 പൊസിഷൻ ആണ്. അതുപോലെ ആറും ടി നോക്കുമ്പോൾ +2 പൊസിഷൻ ആണ്. അതുപോലെ എയും ഡി നോക്കുമ്പോൾ +3 പൊസിഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് +4 വരുന്നു, +5 വരുന്നു, +6 വരുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ പാറ്റേൺ പോകുന്നത്. ഓക്കെ, അവിടെ ലെറ്റേഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നതിൽ നമ്പറിന് ഒരു പാറ്റേൺ പോകുന്ന വെച്ചാൽ +1, +2, +3 ആ ഒരു പാറ്റേണിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ പാറ്റേൺ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ വരും? S കഴിഞ്ഞിട്ട് ഏതാണ്? T ആണ് വരിക. ഐ കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞ് വരുന്ന ആളാണ് നമ്മൾ നോക്കേണ്ടത്. ഐ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് വരുന്ന K ആണ്. അടുത്ത L കഴിഞ്ഞിട്ട് 3 ലെറ്റർ ആണ് കഴിയുന്നത്, അപ്പോൾ O ആയിരിക്കും വരിക. വി കഴിഞ്ഞിട്ട് 4 ലെറ്റർ കഴിഞ്ഞ് വരണം, അപ്പം Z ആണ് വരുന്നത്. ഇ കഴിഞ്ഞ് 5 ലെറ്റർ കഴിഞ്ഞ് വരുന്നത് J ആണ്. 6 കഴിഞ്ഞിട്ട് 6 ലെറ്റർ കഴിഞ്ഞ് വരണം, അതാരാണ്? X ആണ്. കഴിഞ്ഞു. ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒയും എല്ലും നമ്മൾ നോക്കുന്ന സമയത്ത് ഒയും എല്ലും റിവേഴ്സ് ലെറ്റേഴ്സ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഒയ്ക്ക് ഒരു 3 ലെറ്റർ പുറകിലാണ് എല്ലെന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ 6ഉം ഐയും നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. 6ഉം ഐയും എന്താണ്? ആ ഒരു പാറ്റേണിലല്ല വരുന്നത്, ഒരു റിവേഴ്സ് ലെറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. എയും ഇസഡും നോക്കുമ്പോഴും റിവേഴ്സ് ലെറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. എന്നും എമ്മും നോക്കുമ്പോഴും റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. അവർ ടിയും ജിയും നോക്കുവാണെങ്കിൽ റിവേഴ്സ്. അപ്പോൾ ഇതെല്ലാം റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പാറ്റേൺ റിവേഴ്സ് ലെറ്റർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. റിവേഴ്സ് ലെറ്റർ ആണ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ നമുക്ക് എന്താണ് സിൽവറിലെ ലെറ്റേഴ്സിന് റിവേഴ്സ് ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ആൻസർ ആയി കഴിഞ്ഞു. എസിന്റെ റിവേഴ്സ് ലെറ്റർ H ആണ്. ഐ വരുന്ന സമയത്ത് R വരും. L വരുന്ന സമയത്ത് O വരും. വി വരുന്ന സമയത്ത് E വരും. ഇ വരുമ്പോൾ V വരും. R വരുന്ന സമയത്ത് I വരും. ഓക്കെ, നമുക്കിങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും. ഇതാണ് ലെറ്റർ കോഡിങ്ങിലെ പാരലൽ കോഡിങ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് വേർഡും കോഡും ഒന്ന് എടുത്ത് എഴുതുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് റീഅറേഞ്ച്മെന്റ് കോഡിങ് ആണോ എന്നാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റീഅറേഞ്ച്മെന്റ് കോഡിങ് അല്ലെങ്കിൽ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോഡിങ് നോക്കുക, പാറ്റേൺ കണ്ടുപിടിക്കുക. പാറ്റേൺ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന വേർഡിനെ മാറ്റി എഴുതുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വീണ്ടും ഞാൻ ഓറഞ്ചിനെ കോഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഓറഞ്ചിനെ കോഡ് ചെയ്യുന്ന എങ്ങനെ നോക്കണം. ഓറഞ്ചിനെ കോഡ് ചെയ്യുമ്പോൾ അവിടെ വന്നിങ്ങനെ ഇങ്ങനെയാണ് SPOBFH. ഓക്കെ, എന്നിട്ട് നമുക്ക് സിൽവറിനെ കോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇത് റീഅറേഞ്ച്മെന്റ് കോഡിങ് അല്ല. ഓക്കെ, ഇത് റീഅറേഞ്ച്മെന്റ് കോഡിങ് അല്ല. ഇനി പാരലൽ കോഡിങ് ആണോ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്കും ഒയും എസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 4 ലെറ്റർ കഴിഞ്ഞാണ് എസ് വരുന്നത് പറയാൻ പറ്റും. ആറും പിയും നോക്കുമ്പോൾ 6ന്ന് 2 ലെറ്റർ പുറകിലേക്കാണ് പി പോയെന്ന് പറയാൻ പറ്റും. എയും ഒയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 14 ലെറ്റർ കഴിഞ്ഞിട്ടാണ് O വരുന്നത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്നും ബിയും നോക്കുകയാണെങ്കിൽ പറയുന്ന പോലെ ഒരു 12 ലെറ്റർ പുറകിലോട്ടാണ് ബി വരുന്നത് പറയാൻ പറ്റും. ജിയും എഫും നോക്കുകയാണെങ്കിൽ നോക്കുമ്പോൾ 1 ലെറ്റർ പുറകിലേക്കാണെന്ന് പറയാൻ പറ്റും. ഈ മെച്ച് നോക്കുന്ന സമയത്ത് ഒരു 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ് എച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക ഒരു പെർട്ടിക്കുലർ പാറ്റേണിലല്ല വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ +1 +1 -1 അല്ലെങ്കിൽ +2 +2 അല്ലെങ്കിൽ +1 +2 +3 ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെ പാറ്റേൺ കിട്ടുന്നില്ല. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാരലൽ കോഡിങ്ങും അല്ല. ഓക്കെ, ഇത് റീഅറേഞ്ച്മെന്റ് കോഡിങ്ങും അല്ല, പാരലൽ കോഡിങ്ങും അല്ല, ഇതൊരു മിക്സഡ് ടൈപ്പ് കോഡിംഗ് ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉള്ളത് എക്സാമിന്. കാരണം ഇവിടെ ആക്ച്വലി ലെറ്റേഴ്സിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ലെറ്റേഴ്സിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പൊസിഷൻസിനും മാറ്റം ഉണ്ടാകുന്നുണ്ട്. ലെറ്ററും മാറുന്നുണ്ട്, പൊസിഷനും മാറുന്നു. അപ്പം O എന്ന് പറയുന്ന ലെറ്റർ മാറി വരുന്നുണ്ട്,
പക്ഷെ അത് എസ് അല്ല, അത് വേറെ ഏതോ ലെറ്റർ ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ ആറ് മാറി വരുന്നത് പി അല്ല, അത് വേറെ. അപ്പം ലെറ്റേഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുന്നത് വേറെ എവിടെയാണ്. അപ്പം നിങ്ങൾ ലെറ്റേഴ്സ് മാറുന്ന കണ്ടുപിടിക്കണം, പൊസിഷൻസ് മാറുന്ന കാരണം. ഇതാണ് ഒരു മിക്സഡ് ടൈപ്പ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് എപ്പോഴും നമുക്ക് SSC എക്സാമുകളിലൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഈ ഒരു പാറ്റേൺ വരുന്ന സമയത്ത്. അപ്പോൾ ഇതിന്റെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പാറ്റേൺസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുക്കും. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ കുറച്ച് സമയം എടുത്തിരിക്കും നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺ. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. ഓക്കെ, ഇവിടുത്തെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ ലെറ്റേഴ്സ് ഇങ്ങനെ മാറുന്നു. OP ആകുന്നു, RS ആകുന്നു, AB ആകുന്നു, NO ആകുന്നു, GH ആകുന്നു, EF ആകുന്നു. ഇങ്ങനെയാണ് ലെറ്റേഴ്സ് മാറി വരുന്നത്. ഓക്കെ, ലെറ്റേഴ്സ് മാറുന്നത് ഒരു പൊസിഷൻ കഴിഞ്ഞുള്ള ലെറ്റേഴ്സ് തന്നെയാണ്. ഒരു പൊസിഷൻ കഴിഞ്ഞ ലെറ്റേഴ്സ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവരെങ്ങനെ മാറി നോക്കിയേ, ക്രോസ് ചെയ്ത് രണ്ട് ലെറ്റേഴ്സ് ക്രോസ് ആണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പൊസിഷൻ മാറ്റുന്ന പാറ്റേൺ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലെറ്റർ മാറ്റുന്ന പാറ്റേൺ നമ്മൾ ഓൾറെഡി കണ്ട പാറ്റേൺ ആണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നു, മിക്സ്ഡ് ആയിട്ട് രണ്ടുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് എന്താണ് ഒരു പാറ്റേൺ ആയിട്ട് വരുവാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരും. ഇവിടെ വരുന്നത് ഒരു ലെറ്റർ ആണ് മാറ്റി എഴുതുന്നത്. പക്ഷേ മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്, ഈ ഒരു പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത് മാറ്റി എഴുതുന്നത്. അപ്പോൾ നമുക്ക് സിൽവർ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് സിൽവർ എഴുതുന്ന സമയത്ത് രണ്ട് ലെറ്റേഴ്സ് വെച്ച് എന്താണ് ഓപ്പോസിറ്റ് ലൈനിൽ എഴുതണം. അപ്പം S കഴിഞ്ഞിട്ട് T ഇവിടെ വരും, I കഴിഞ്ഞിട്ട് J ഇവിടെ വരും, L കഴിഞ്ഞിട്ട് M ഇവിടെയും, V കഴിഞ്ഞിട്ട് W ഇവിടെ വരും, E കഴിഞ്ഞിട്ട് F ഇവിടെയും, R കഴിഞ്ഞിട്ട് S ഇവിടെ വരും. ഇങ്ങനെ നമുക്ക് ആൻസറിലോട്ട് വരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റർ കോഡിങ്ങിനകത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് കോഡിങ്, മിക്സഡ് ടൈപ്പ് കോഡിങ്ങിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടൈപ്പ് കോഡിങ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ജസ്റ്റ് നിങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ ആയിട്ടുള്ള കോഡിങ് ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ പാറ്റേൺസ് ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ടും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ ഇരുന്ന് ടൈം കളയരുത്. ഓക്കെ, ജസ്റ്റ് ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, വീണ്ടും എടുത്തൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് ഈ ഒരു ക്വസ്റ്റിൻ്റെ പുറകെ ഇരുന്ന് ഒരുപാട് ടൈം കളഞ്ഞ് 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ചെയ്യാതിരിക്കരുത്. മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്നില്ല, ഒരു മിനിറ്റ് കൊടുത്തിട്ടും കിട്ടാനില്ല എന്നുള്ള ആ ഒരു സാഹചര്യം ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നോക്കുക. റീസണിങ്ങും കൗണ്ടും ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒന്നുകൂടെ വന്ന് നോക്കുക. നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും പാറ്റേൺ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റർ കോഡിംഗ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്പർ കോഡിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, നമ്പർ കോഡിങ്ങിലേക്ക് പോവാണ്. ലെറ്റർ കോഡിംഗ് പോലെ തന്നെയാണ് നമ്പർ കോഡിങ്ങും വരുന്നത്. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, വേർഡും അതിലെ നമ്പേഴ്സ് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ആ വേർഡ് എങ്ങനെ ആ നമ്പറായി മാറും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ആരെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൽ തന്നെയാണ് ആവശ്യം. ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമ്പർ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ in certain code language, goal is written as 07150112. How is plan written in that code language എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയ ഒരു വേർഡും കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ നമ്പേഴ്സ് എന്ന സ്ഥിതിക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സിനും ഇവിടെ കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ ലെറ്ററിനും അവിടെ കോഡ് ഉണ്ടായിരിക്കും. ഇപ്പം G എന്ന് പറയുന്നതിന് കോഡുണ്ട്, പക്ഷെ അത് ഏത് കോഡ് നമുക്കറിയില്ല. അത് 0 ആണോ, 071 ആണോ, 071 ആണോ, 0715 ആണോ, അത് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്താണ്, ഗോൾ എന്ന് പറയുന്ന ഒരു വേർഡിന് കുറേ നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗോൾ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പൊസിഷൻസുമായിട്ട് ആ നമ്പർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഗോൾ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസുമായിട്ട് നിങ്ങൾ ആ നമ്പർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾ എന്ന് പറയുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷനുമായിട്ട് നിങ്ങൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് ഒന്നുകിൽ പൊസിഷൻ ആയിരിക്കും ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷൻ ആയിരിക്കും ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷൻ്റെ പൊസിഷൻ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്വയറും ക്യൂബൊക്കെ എടുക്കുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഏതെങ്കിലും ആണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. കമ്പയർ ചെയ്ത് നോക്കി തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. ഇപ്പോൾ ഗോൾ എന്ന് പറയുന്ന വേർഡിൽ ഞാൻ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് എടുത്ത് നോക്കുകയാണ്. അപ്പം ജിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 7 ആണ്, ഒയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 15 ആണ്, എയുടെ പൊസിഷൻ 1 ആണ്, എല്ലിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. നിങ്ങൾ ഈ നമ്പേഴ്സും ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൊസിഷൻസ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. ഈ തന്നിരുന്ന വേർഡ് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് ആണ് അവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത്രയേ ഉള്ളൂ, പാറ്റേൺ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയുടെ 7 പൊസിഷൻ അവർ 07 എഴുതി എന്നുള്ളത് 2 ഡിജിറ്റ് ആയിട്ട് എഴുതിക്കുന്നേ ഉള്ളൂ. അത് എപ്പോഴും 2 ഡിജിറ്റ് എഴുതുന്ന നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ ഈ ക്വസ്റ്റൻ അത് 2 ഡിജിറ്റ് ആയിട്ട് എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, 15 അതുപോലെ വന്നിട്ടുണ്ട്, 1-ന് വരെ ഒരു 01 കൊടുത്തു, എല്ലിന് വരെ ഒരു 12 കൊടുത്തു. അപ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിന്റെ പൊസിഷൻസ് എഴുതി വെച്ചാൽ നമുക്ക് ആൻസർ ആയി അല്ലേ. പി എത്രയാണ്, 16 ആണ്. ഓക്കെ, എല്ല് വരുമ്പോൾ എത്രയാണ്, 12 ആണ്. എ വരുമ്പോൾ 1 ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നതും 01, കാരണം ഇവിടെ 2 ഡിജിറ്റ് ആയിട്ടാണ് എല്ലാം എഴുതിയിരിക്കുന്നത് അല്ലേ. എൻ വരുമ്പോൾ എന്ത് വരും, 14 വരും. ആൻസർ ആയി കഴിഞ്ഞു.
ഓക്കെ, ലെറ്റർ കോഡിങ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടേബിളിന്റെ സഹായത്തോടെ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ കോഡിങ്ങും നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കോഡിംഗ് ഡീകോഡിംഗ് ടോപ്പിക് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം നല്ലപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് പാറ്റേൺസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, കണ്ടിട്ടുണ്ടാവണം. എങ്കിൽ നിങ്ങൾ എക്സാമിന് പോയാൽ നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിക്കും, ഇതിങ്ങനെ രീതി വന്നിട്ടുണ്ടോ, നമ്മൾ ചെയ്തത് ഇങ്ങനെയല്ലേ, ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് ആക്ച്വലി വേണ്ടത് നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, in certain code language red is written as 82122, okay, and blue is written as 241451. Then how is pink written in that code language എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡിന് അവർ 82122, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ നമ്പർ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സിനും അവിടെ കോഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയ നമ്പറൊക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റെഡിൻ്റെ പൊസിഷൻസുമായിട്ട് ഈ നമ്പർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. പൊസിഷൻസ് ആണോ കൊടുത്തിങ്ങനെ നോക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷനായിട്ട് നമ്പർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എന്തെങ്കിലും പ്രത്യേകം തോന്നുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ പൊസിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 6ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 18 ആണ്. ഓക്കെ, 18 ആണ് 6ന്റെ പൊസിഷൻ. ഓക്കെ, ഇയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 5 ആണ്, ഡിയുടെ പൊസിഷൻ 4 ആണ്. ഓക്കെ, നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ പ്രത്യേകിച്ച് അങ്ങനെ ലോജിക് ഒന്നും ഇവിടെ തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ റിവേഴ്സ് പൊസിഷൻ എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ റിവേഴ്സ് പൊസിഷൻ, ഇപ്പോൾ 6ന്റെ റിവേഴ്സ് പൊസിഷൻ തന്നെ 9 ആണ്. ഓക്കെ, ഇന്റെ റിവേഴ്സ് പൊസിഷൻ വെച്ചാൽ 22 ആണ്. ഡിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 23 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ റിവേഴ്സ് പൊസിഷനും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ, പൊസിഷൻസും അല്ല റിവേഴ്സ് പൊസിഷനും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം വേറെ എന്തോ സംഭവം ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ റിവേഴ്സ് പൊസിഷനിലെ നമ്പറും ആ കിടക്കുന്ന നമ്പറുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്താണ്, റിവേഴ്സ് പൊസിഷനിലെ നമ്പറിൽ നിന്നും 1 കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലേ. 9-ന് 1 കുറഞ്ഞതാണ് 8, 22-ന് 1 കുറഞ്ഞാണ് 21, 23-ന് 1 കുറഞ്ഞാണ് 22 എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതൊരു ലോജിക്കാണ്. ഓക്കെ, ഇനി അതാണോന്ന് കൺഫേം ചെയ്യാനുള്ള എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ ഒരു വേർഡും കോഡും നിങ്ങൾക്ക് തന്നെ. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ റിവേഴ്സ് പൊസിഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബീൻ്റെ റിവേഴ്സ് പൊസിഷൻ 25 ആണ്, അല്ലേ. എൽ എന്ന് പറയുന്ന സമയത്ത് 15 ആണ്. യു വരുന്ന സമയത്ത് യുവിൻ്റെ റിവേഴ്സ് പൊസിഷൻ 6 ആണ്. ഇന്റെ റിവേഴ്സ് പൊസിഷൻ 22 ആണ്. അപ്പോൾ ഈ കിട്ടിയ ലോജിക്ക്, നമുക്ക് ഇവിടെ കിട്ടിയ ലോജിക്ക് തന്നെയാണോ ഇവിടെയും വരുന്നതെന്ന് ഒന്ന് ഉറപ്പിക്കുക. ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വേർഡിനെ മാറ്റി എഴുതാം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ബ്ലൂ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷനിൽ 1 കുറഞ്ഞതാണോ അവിടെ വന്ന് നോക്കാം. 25 ആണ്, 24 വന്നിട്ടുണ്ട്. 15 ആണ്, 14 വന്നിട്ടുണ്ട്. 6-ന് പകരം 5 വന്നിട്ടുണ്ട്. 20-ന് പകരം 21 വന്നിട്ടുണ്ട്. ഓക്കെ, അത് കൺഫേം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പിങ്കിനെ കോഡ് ചെയ്യാം. എങ്ങനെ കോഡ് ചെയ്യാം, പിങ്ക് എന്ന് പറയുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷൻ എടുക്കാം. പിയുടെ പൊസിഷൻ 16 ആണ്. ഐയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 9 ആണ്. സോറി, റിവേഴ്സ് പൊസിഷനിലെ 18 ആണ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ അല്ല, റിവേഴ്സ് പൊസിഷൻ ആണ് വേണ്ടത്. ഓക്കെ, പിയുടെ റിവേഴ്സ് പൊസിഷൻ 11 ആണ്. ഐയുടെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 18 ആണ്. എന്നിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 13 ആണ്. കെയുടെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നെല്ലാം ഓരോ നമ്പർ വെച്ച് നമ്മുടെ ആൻസർ ആയി. എങ്ങനെ വരും, 10, 17, 12, 15. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ certain code language April is written as 6/21, 23, 14, 17. അപ്പോൾ അവിടെ നമ്പേഴ്സ് സെപ്പറേറ്റ് തന്നെയുണ്ട്. നേരത്തെ നമ്പർ ഒരുമിച്ചാണ് ഇത് സെപ്പറേറ്റ് തന്നെയുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഏപ്രിലെ എക്ക് അവർ 6 കൊടുക്കുന്നു, പിക്ക് 21 കൊടുക്കുന്നു, 6 ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് തന്നെ കൊടുക്കുന്ന പാറ്റേൺ അവിടെ വരുന്നത്. അതുപോലെ മെയ്ക്ക് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഹൗ ഇസ് ജൂൺ റിട്ടേൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, പൊസിഷൻസ് റിവേഴ്സ് പൊസിഷൻ കമ്പയർ ചെയ്ത് നോക്കുക. പൊസിഷൻസ് ആണോ അതോ റിവേഴ്സ് പൊസിഷൻ ആണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണോ, നേരത്തെ കണ്ട ഒരു -1 ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ചെയ്തിരിക്കുകയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ നോക്കി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ചെയ്തതിന് ശേഷം ലോജിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അവിടെ നോക്കുക. ഏപ്രിൽ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് അല്ല അവിടെ എഴുതിയിരിക്കുന്നത്, റിവേഴ്സ് പൊസിഷനും അല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ അതിൻ്റെ പൊസിഷൻസ് ഒന്ന് നോക്കി. ഏപ്രിൽ എന്ന് പറയുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയുടെ പൊസിഷൻ 1 ആണ്. പിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 16 ആണ്. ആറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 18 ആണ്. ഐൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 9 ആണ്. എല്ലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 12 ആണ്.
ഓക്കെ, നിങ്ങൾ ഈ നമ്പേഴ്സും ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ്റെ കൂടെ 5 കൂട്ടിയാണ് ഇവിടെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ നമുക്ക് ലെറ്റേഴ്സിൻ്റെ റിവേഴ്സ് പൊസിഷൻ ഒന്ന് കുറച്ചൊരു പാറ്റേൺ നമ്മൾ തൊട്ട് മുന്നേ കണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ്റെ കൂടെ +5 കൂട്ടുന്നു. +5 കൂട്ടുന്ന നമ്പേഴ്സാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൺഫേം ചെയ്യണം. +5 ആണ് കൂടുന്നുള്ള കാര്യം ഈ ഒരു സംഭവം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചെന്ന് കൺഫേം ചെയ്യണം. എങ്ങനെയാണ്? ഒരു എക്സ്ട്രാ വേർഡ് ഉണ്ട് മെയ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, മെയ്യുടെ പൊസിഷൻസ് ഒന്ന് നോക്കാം. മെയ്യുടെ പൊസിഷൻ നോക്കുമ്പോൾ 13, 1, വൈ എന്ന് പറയുന്നത് 25. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനോട് 5 കൂട്ടിയ നമ്പേഴ്സ് ആണ് ഇവിടെ വന്നതെന്ന് നോക്കണം. ഓക്കെ, ഇവിടെ 13 5 കൂട്ടിയ 18 വരണം, ഇവിടെ 16 ആണ് വന്നിരിക്കുന്നത്. 1 5 കൂട്ടിയ 6 വരണം, ഇവിടെ 4. അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 1 25 പൊസിഷൻസിൻ്റെ കൂടെ അവർ എന്താ ചെയ്യുന്നത്, 3 ആണ് കൂട്ടിയത്, +3 ആണ് കൂട്ടിയത്. അപ്പം ഇതിൻ്റെ കൂടെ +3 കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത് അവർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തിൽ +5 ആണ് കൂട്ടി എന്ന് പറയുന്നത്, ഇവിടെ പക്ഷേ +3. അപ്പം നിങ്ങൾക്ക് ഒരു +5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂട്ടുന്ന പാറ്റേൺ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെ എന്താ പറയുന്നത്, അപ്പം എങ്ങനെയാണ് ഈ +5 +3 ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഈ +5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5 ആയതുകൊണ്ടാണ് വന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, അതാവണമെന്ന് ഉറപ്പിക്കാൻ നമ്മൾ അവിടെ നോക്കാം. ഇവിടെ +3 അല്ലേ, ഓക്കെ 3 ലെറ്റേഴ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഏപ്രിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ, എക്സാമ്പിൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് എന്തായിരുന്നു +5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂടുന്ന വേണമെങ്കിൽ പറയാം, അങ്ങനെ ലോജിക്ക് പറയാം. പക്ഷേ ഒരു എക്സ്ട്രാ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അവിടെ +5 അല്ല കൂടുന്നത്, +3 ആണ് കൂടുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം, തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ പൊസിഷന്റെ കൂടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂട്ടിയ നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വന്നിരിക്കുന്നത്. ആ ലോജിക്കിലാണ് വന്നിരിക്കുന്നത്, അതാണ് അവിടുത്തെ ലോജിക്കുന്നത്. നമുക്ക് എന്താണ്, ജൂണിലേക്ക് പോവുകയാണെങ്കിൽ ജൂണിന്റെ പൊസിഷൻസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ജെ എന്ന് പറയുന്നത് 10 ആയിരിക്കും, യു എന്ന് പറയുന്നത് 21 ആണ്, എൻ എന്ന് പറയുന്നത് 14 ആണ്, ഇ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇതിനോട് എന്ത് കൂട്ടണം, നമ്മളവിടെ 4 ആണ് കൂട്ടുന്നത്. കാരണം എന്താണ്, ഇവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4 ഉള്ളൂ. +4 കൂടുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എങ്ങനെ വരും, 14, 25, 18, 9. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേർഡ് കോഡ് നിങ്ങൾക്ക് തന്നിട്ട് എങ്ങനെ ആ വേർഡ് കോഡായി എന്നുള്ള ലോജിക്കാണ് കണ്ടുപിടിക്കുന്നത്. നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് പൊസിഷൻസും റിവേഴ്സ് പൊസിഷൻസും വെച്ച് കമ്പയർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൻസറിലേക്ക് നമ്മൾ പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതും സ്ഥിരമായിട്ട് എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. ആ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരു പാറ്റേൺ പലരും ചെയ്ത് പഠിക്കാതെ വരുന്ന സമയത്താണ് എക്സാം രൂപം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരിക. പക്ഷെ ഇത് ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനും അതിന്റെ പൊസിഷൻസും റിവേഴ്സ് പൊസിഷൻസും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു പാറ്റേൺ കിട്ടും. അത് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വേർഡ് തന്നിട്ടുണ്ട്, അത് വെച്ച് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ പറയുന്നത് പൊസിഷൻസ് വെച്ച് തന്നെയാണ് പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയും പൊസിഷൻസ് വെച്ച് തന്നെയാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ബിയുടെ പൊസിഷൻ 2 അല്ലേ, ബിയുടെ പൊസിഷൻ 2 ആണ് അല്ലേ, 2 അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ആണ്. പക്ഷെ 12 വന്നിട്ടില്ല. എയുടെ പൊസിഷൻ 1 ആണ്, 1 അതുപോലെ വന്നിട്ടുണ്ട്. സിയുടെ പൊസിഷൻ 3 ആണ്, 3 അതുപോലെ വന്നിട്ടുണ്ട്. കെയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 11 ആണ്, 11 അവിടെ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ലെറ്റേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻസിൽ സിംഗിൾ ഡിജിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അതുപോലെ വന്നിട്ടുണ്ട്. 2 ഡിജിറ്റിന് നമ്പർ മാറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ മാറി, അത് നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇത് ഇപ്പോൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും. എങ്ങനെയാണത്, എല്ലിൻ്റെ 12 എന്ന പൊസിഷൻ എങ്ങനെ അത് 3 ആയി മാറിയെന്ന് നിങ്ങൾ നോക്കുമ്പോൾ 1 + 2 ആണ് എന്ന് പറയാൻ സാധിക്കും അല്ലേ. ഡിജിറ്റ്സിന്റെ സം ആണ് അത് എന്ന് പറയാൻ സാധിക്കും. ഇപ്പൊ കെ എടുക്കുകയാണ്, കെയുടെ 2 നമ്പേഴ്സ് കെയുടെ നമ്പർ 11 ആണ്, 1 + 1 ആണ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂവിൽ നമ്മൾ നോക്കാം, ബ്ലൂ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിയുടെ പൊസിഷൻ 2 ആണ്, 2 അതുപോലെ വന്നിട്ടുണ്ട്. എല്ലിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12 ആണ്, 1 + 2 ആണ് എന്ത് ചെയ്യുന്നത് 3 എന്ന് പറയുന്നത്. യുവിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര വരുന്നത് 21 ആണ്, 2 + 1 എന്ത് ചെയ്യുന്നുണ്ട് 3 വന്നിട്ടുണ്ട്. ഇയുടെ പൊസിഷൻ 5 ആണ്, 5 അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. അപ്പം പൊസിഷൻസ് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കോഡിങ് നടന്നിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്യുന്നത്, സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അത് അതുപോലെ എഴുതുകയും 2 ഡിജിറ്റ് ആണ് അവരെന്ത് ചെയ്യുന്നു അതിന്റെ സം എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രൗൺ ആണ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ബിയുടെ കോഡ് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, 2 പറയാം. ഓക്കെ, 6 വരുമ്പോൾ 18 ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടുന്നു, 1 + 8 9 വരുന്നു. O 15 ആണ്, 1 + 5 6 വരും. W വരുമ്പോൾ 23 ആണ്, 2 + 3 5 വരും. N വരുന്ന സമയത്ത് 14 ആണ്, 1 + 4 എന്ത് വരും 5 വരും. ഓക്കെ, അപ്പം ലോജിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ആൻസർ ആയി കഴിഞ്ഞു.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഇപ്പോൾ ടേബിൾ കൊടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ വേറെ എന്തോ വ്യത്യാസമുണ്ട് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ റോസ് എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ടുണ്ട്, അതിന് കോഡ് തന്നിട്ടുണ്ട്. അതിൽ എല്ലാ ലെറ്റേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് വന്നിട്ടുണ്ട്. കാരണം റോസിൽ 4 ലെറ്റേഴ്സാണ്, 4 നമ്പർ വന്നിട്ടുണ്ട്. വലിയ നമ്പർ വരുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും എല്ലാ ലെറ്റേഴ്സിനും നമ്പർ വരുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ചെയറിന് കോഡിനുണ്ട് 73456 എന്ന് പറഞ്ഞ കോഡിയുണ്ട്. അപ്പം ചെയറിൽ 5 ലെറ്റേഴ്സാണ്, 5 നമ്പർ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സിനും നമ്പർ വരുന്ന രീതിയിൽ തന്നെയാണ് കോഡ് നടക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് സെർച്ച് എന്ന് പറയുന്ന വേർഡാണ്. സെർച്ചിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന വേർഡ് സെർച്ച് ആണ്. ഓക്കെ, സെർച്ചിലെ എല്ലാ ലെറ്റേഴ്സും എവിടെ കിടപ്പുണ്ട്? തന്നിരിക്കുന്ന എക്സാമ്പിളിൽ കിടപ്പുണ്ട്. ഓക്കെ, സെർച്ചിലെ എല്ലാ ലെറ്റേഴ്സും നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ, നിങ്ങൾ എസ് ഉണ്ടെങ്കിൽ എസ് ഇവിടെ ഉണ്ട്, ഇ ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, എ ഇവിടെ ഉണ്ട്, സി ഇവിടെ ഉണ്ട്, എച്ച്, എല്ലാ ലെറ്റേഴ്സും ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്തുകൊണ്ട് ആർ 6 ആയി, O 8 ആയി, S 2 ആയി, E 1 ആയി എന്ന് ലോജിക് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന എല്ലാ ലെറ്റേഴ്സിനും നമ്പർ അറിയാലോ, കോഡ് അറിയാലോ, അതൊന്ന് എടുത്തെഴുതുക. ഇത്രേ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുവാണെങ്കിൽ സെയിം പാറ്റേൺ തന്നെ വരെയാണ്. ബ്ലാക്കിന് കോഡ് വന്നിട്ടുണ്ട്, ബ്ലൂവിന് കോഡ് വന്നിട്ടുണ്ട്, ബ്രൗണിന് കോഡ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗണിലെ എല്ലാ ലെറ്റേഴ്സും എവിടെ ഇല്ല, ഇതിനകത്തില്ല. നിങ്ങൾക്ക് അവിടെ നോക്കി എഴുതാൻ സാധിക്കത്തില്ല. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നേ നമുക്ക് നോക്കി എഴുതാൻ പറ്റുമായിരുന്നു കേട്ടോ, പക്ഷെ അവിടെ ഇല്ല. ഓക്കെ, അതേസമയം ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും എന്ത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോജിക് ഒന്നും കണ്ടുപിടിച്ച് സമയം കളയാൻ നിൽക്കരുത്, ടേബിൾ നോക്കിയിട്ട് ലോജിക് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ വേർഡിന്റെ നമ്പർ ഇവിടെ നോക്കി എഴുതാൻ പറ്റും. അപ്പോൾ എസ് എഴുതുന്ന എസിന്റെ നമ്പർ ഏതാണ്? 2 ആണ്, 2 എഴുതുന്നു. ഇ എടുക്കുകയാണ്, ഇയുടെ നമ്പർ എന്താണ്? 1 ആണ്. എ എടുക്കുകയാണ്, എയുടെ നമ്പർ എന്താണ്? എയുടെ നമ്പർ എഴുതുന്ന സമയത്ത് 4 ആണ്. അടുത്തത് ആർ ആണ്, ആറിന്റെ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സി വരുമ്പോൾ സിയുടെ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അടുത്ത എച്ച് ആണ്, എച്ചിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. കഴിഞ്ഞു. 2 1 4 6 7 3 എന്ന് തന്നെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാറുണ്ട്. കൂടുതൽ SSC പാറ്റേണിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഈ പഠിച്ച ഈ ലെറ്റർ കോഡിങ്, നമ്പർ കോഡിങ്ങും ബാങ്ക് എക്സാമിന് വരുന്ന സമയത്ത് അത് കൂടുതലും ചോദിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ടോപ്പിക്കിനകത്ത് നമുക്ക് ഈ പറയുന്ന നമ്പർ കോഡിങ്, ലെറ്റർ കോഡിങ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യനിലാണ് ഈ നമ്പർ കോഡിങ്, ലെറ്റർ കോഡിങ് കൂടുതലും ബാങ്ക് എക്സാമിന് ആവശ്യമായിട്ട് വരിക കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ ലെറ്റർ കോഡിങ്ങിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ടൈപ്പ് ഓഫ് കോഡിങ് പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ് മിക്സഡ് ടൈപ്പ് കോഡിങ് എന്ന ടൈപ്പ് കോഡിങ് പറഞ്ഞു. അതുപോലെ തന്നെ കോഡിങ്ങിനകത്ത് നമ്പർ കോഡിങ്ങിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് സിംഗിൾ നമ്പർ കോഡിങ്. നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് വേർഡുകളും അതിൻ്റെ കോഡുകൾ എഴുതിയിട്ടേക്കുവാണ്. ഓക്കെ, ഞാൻ അവിടെ കുറച്ച് എക്സാമ്പിൾ അധികം എഴുതിയിട്ടുണ്ട്. കാരണം സിംഗിൾ നമ്പർ കോഡിങ് ഒരു വേർഡിനെ ഒരൊറ്റ നമ്പർ വെച്ച് കോഡ് ചെയ്താണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ബ്ലൂവിന് 22 എന്നൊരു നമ്പർ കൊടുക്കും. ഇത് എല്ലാം സെപ്പറേറ്റ് ആട്ടോ, ഇതെല്ലാം സെപ്പറേറ്റ് കോഡിങ് ആണ്, ഇതെല്ലാം സെപ്പറേറ്റ് ലോജിക്കുകളാണ്. അപ്പൊ ബ്ലൂവിനെ 22 എന്ന് പറയുന്ന നമ്പർ ഉപയോഗിച്ച് കോഡ് ചെയ്തു. അതേ ലോജിക് യൂസ് ചെയ്ത് ഗ്രീനിനെ 13 എന്നും യെല്ലോനെ 4 എന്നും ബ്ലാക്കിനെ 16 എന്ന് പറഞ്ഞ് കോഡ് ചെയ്തു എങ്കിൽ വൈറ്റിന്റെ കോഡ് എന്തായിരിക്കും? സിംഗിൾ നമ്പർ കോഡിങ്. ഒരു വേർഡിന് ഒരൊറ്റ നമ്പർ ഉപയോഗിച്ച് കോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എല്ലാ ലെറ്റേഴ്സിനും നമ്പർ ഉണ്ടായിരുന്നു കോഡിനകത്ത്. ഇവിടെ അങ്ങനെയല്ല, ഒരു വേർഡിന് ഒരൊറ്റ നമ്പർ മാത്രമേ കോഡാറുള്ളൂ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ള നമ്പർ കോഡിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ നമ്പർ കോഡിങ് ആയിരിക്കും. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലെ, നമുക്ക് സിംഗിൾ നമ്പർ കോഡിങ് ഇപ്പൊ എങ്ങനെയൊക്കെ വരാവുന്ന ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിംഗിൾ നമ്പർ കോഡിങ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിലെ ഏതെങ്കിലും ലെറ്ററിന്റെ പൊസിഷൻ ആയിരിക്കാം. ഈ തന്നിരിക്കുന്ന 22 എന്ന് പറയുന്നത് ഏതെങ്കിലും ലെറ്ററിന്റെ പൊസിഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്ററിലെ ഏതെങ്കിലും ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷനോ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷന്റെയോ റിവേഴ്സ് പൊസിഷന്റെയോ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ഹരിക്കുകയോ ഗുണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സ്ക്വയർ എടുക്കുക, ക്യൂബ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കാം 22 എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമ്പർ ഓഫ് ലെറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ വൗവൽസ്, കൺസണൻസ്, കൺസെപ്റ്റ് യൂസ്, അങ്ങനെ പല കൺസെപ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ലോജിക്കാട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. എന്താ സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് എഴുതുക. എങ്ങനെയാണെങ്കിലും അത് എഴുതിയിട്ട് ഓരോ ലോജിക്കും കണ്ടുപിടിക്കുക. ഓക്കെ, ലോജിക്ക് കണ്ടുപിടിച്ചതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇത് ലോജിക്ക് ഞാനൊരു 6 ലോജിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, 6 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 6 ലോജിക്കിൽ ചിലത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ചിലത് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആദ്യം കണ്ടുപിടിക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, മറ്റ് ക്വസ്റ്റ്യൻസിന് ടൈം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണും. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു വേർഡ്, അതിപ്പോൾ ഏത് വേർഡാണ് നിർബന്ധമൊന്നുമില്ല, ഏത് വേർഡാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ബ്ലൂവിനെ പ്രിഫർ ചെയ്യാണ്. ഒരു വേർഡിന്റെ പൊസിഷൻസും റിവേഴ്സ് പൊസിഷൻസും ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ഇപ്പോൾ ബ്ലൂ എന്ന് പറയുന്ന വേർഡ് എടുക്കുമ്പോഴത്തേക്കും ബ്ലൂവിന്റെ പൊസിഷൻസ് ഒന്ന് എടുത്ത് എഴുതുവാണ്. 2 L വരുന്ന സമയത്ത് 12, U വരുന്ന സമയത്ത് 21, E വരുന്ന സമയത്ത് 5. ഓക്കെ, അതിന്റെ പൊസിഷൻസ് ഞാനൊന്ന് എടുത്തെഴുതി. അതുപോലെ ഞാൻ എൻ്റെ റിവേഴ്സ് പൊസിഷൻസ് എഴുതുവാണ്. അപ്പോൾ B എടുക്കുമ്പോഴത്തേക്കും 25 വരും, L എടുക്കുന്ന സമയത്ത് 15 വരും, U എടുക്കുമ്പോൾ 6 വരും, E വരുമ്പോഴത്തേക്കും 22 വരും. എന്നിട്ട് ഈ നമ്പേഴ്സും ഈ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബ്ലൂവിന് കൊടുത്ത കോഡുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്ത് ലോജിക് കണ്ടുപിടിക്കുക. ഇനി ആ ലോജിക് കണ്ടുപിടിക്കുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് താഴേക്ക് നോക്കി ഉറപ്പിച്ചോണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലൂവിൽ ബിയിലെ ഫസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷനാണ് 25. അതിൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 22 എന്നൊരു ലോജിക്ക് പറയാൻ എനിക്ക്. പക്ഷെ അത് കൺഫേം ചെയ്യണം. എങ്ങനെയാണ്, ജിയുടെ റിവേഴ്സ് ലെറ്ററിൽ നിന്ന് 3 കുറച്ചാൽ എനിക്ക് 13 വരെന്ന് ഉറപ്പിക്കണം. ജിയുടെ റിവേഴ്സ് പൊസിഷൻ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ജിയുടെ റിവേഴ്സ് പൊസിഷൻ 20 ആണ്. 20 3 കുറച്ച് 17 ആണ് വരുന്നത് അല്ലേ, 13 അല്ല വരുന്നത്. അപ്പോൾ അതല്ലാന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ലോജിക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, ഒന്ന് ലോജിക്ക് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പം 6 ലോജിക്കുകളുണ്ട്. നിങ്ങൾ 6 ലോജിക്ക് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിന്യൂ. ഞാൻ എന്തായാലും ലോജിക്ക് പറയാൻ വേണ്ടി തുടങ്ങുവാണ്. ഫസ്റ്റ് കേസ് എടുക്കുന്നത്, ഫസ്റ്റ് ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ 22 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 22 വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകാം അല്ലേ. അത് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിന്റെ റിവേഴ്സ് പൊസിഷൻ നോക്കുക. എന്നിന്റെ റിവേഴ്സ് പൊസിഷൻ എത്രയാണ്, 13 ആണ്. 13 വന്നിട്ടുണ്ട്. ഡബ്ല്യൂന്റെ റിവേഴ്സ് പൊസിഷൻ എന്താണ്, 4 ആണ്. 4 എഴുതിയിട്ടുണ്ട്. കെയുടെ റിവേഴ്സ് പൊസിഷൻ എന്താണ്, കെയുടെ റിവേഴ്സ് പൊസിഷൻ എന്താണ്, 16 ആണ്. അപ്പോൾ നമുക്കിത് റിവേഴ്സ് പൊസിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഫസ്റ്റ് വൺ ലോജിക്കിന്റെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചോദിച്ചിരുന്ന വേർഡിൽ ലാസ്റ്റ് ലെറ്റർ ഇ ആണ്. ഇന്റെ റിവേഴ്സ് പൊസിഷന് 22 ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 22 ആയിരിക്കും. കഴിഞ്ഞു. ഇങ്ങനെയാണ് ലോജിക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലോജിക് കണ്ടുപിടിച്ചു. ഞാൻ നെക്സ്റ്റ് പറയാൻ പോകും. നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നോക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ 7 വന്ന് നോക്കുകയാണെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ 2ഉം 5 കൂട്ടുമ്പോൾ 7 അല്ലേ. അതായത് ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററിന്റെയും പൊസിഷന്റെ സം എന്താണ്, 7 ആണ്. അത് കൺഫേം ചെയ്യാം. ജി എന്നും എടുക്കുകയാണെങ്കിൽ, ജിയും എന്നും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ജിയുടെ പൊസിഷൻ 7 ആണ്. എന്ന് പറഞ്ഞ പൊസിഷൻ 14 ആണ്. 14 + 7 എന്താണ്, 21 ആണ്. വൈയും ഡബ്ല്യൂ എടുക്കുകയാണെങ്കിൽ, എല്ലോ എടുക്കുകയാണെങ്കിൽ വൈയുടെ 25 ആണ്, ഡബ്ല്യൂ 23. 25 + 23 ആണ് 48 എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ലെറ്ററിന്റെയും ലാസ്റ്റ് ലെറ്ററിന്റെയും പൊസിഷന്റെ സം, അതാണ് രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ലെറ്ററിന്റെയും ലാസ്റ്റ് ലെറ്ററിനും ഡബ്ല്യൂയും ഇ ആണ്. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ 23 ആണ്, ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്. 28 നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തെ ലോജിക്ക് ഫസ്റ്റ് ലെറ്ററിന്റെയും ലാസ്റ്റ് ലെറ്ററിന്റെയും പൊസിഷൻസിന്റെ സം ആണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തിൽ വരുന്ന സമയത്ത് മൂന്നാമത്തെ ലോജിക്ക് എന്താണ്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സമയം എടുക്കാൻ ചാൻസ് ഉള്ള ലോജിക്ക് ആട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ 26 എങ്ങനെ വന്ന് നോക്കുന്ന സമയം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ 25 ആണ്, ഒന്ന് കൂട്ടിയാണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 20 ആയിരുന്നു. ഒന്ന് കൂടുമ്പോൾ 21 ആണ് വരാൻ. ഇവിടെ 10 ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അല്ല നിങ്ങൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 2 ലെറ്റേഴ്സിന്റെ പൊസിഷന്റെ സം ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. 21 + 5 26 എന്ന് വരുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് ലെറ്റർ ഇയും എന്നും ആണ്. n 14 ആണ്, 5 19 ആണ് വരേണ്ടത്. ഇവിടെ 10 ആണ് വരുന്നത്. അതുമല്ലെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ലോജിക്ക് എന്താ, വൗവൽസിന്റെ മാത്രം പൊസിഷന്റെ സം ആണ് കേട്ടോ. വൗവൽസിനാണ് നിങ്ങൾ നോക്കിയേ, യുവും ഇയും. ഇവിടെ വൗവൽസ് യു ഇ മാത്രമേ ഉള്ളൂ, അതിന്റെ സം. ഇവിടെ 2 ഇ മാത്രമേ ഉള്ളൂ, 5 + 5 10. ഇവിടെ ഇയും ഓയും ആണ്, 15 + 5 20. ഇവിടെ എ മാത്രമേ ഉള്ളൂ വൗവല്, എന്ത് കിട്ടുന്നു, 1 കിട്ടുന്നു. അപ്പം വൗവൽസിന്റെ പൊസിഷന്റെ സം ആണെന്ന് നിങ്ങൾക്ക് പറയാം. വൗവൽസിന്റെ പൊസിഷന്റെ സം ആണ് നമുക്ക് പറയാം, വൗവൽസിന്റെ മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐയും ഇയും ആണ് വൗവൽസ്. ഐയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 ആണ് അല്ലെ. 9 + 5 14 ആയിരിക്കും നമുക്ക് ആൻസർ വരാം. ഓക്കെ, 14 ആയിരിക്കും നമുക്ക് ആൻസർ വരാം. അടുത്ത നാലാമത്തെ ലോജിക്ക് എങ്ങനെ 40 വരും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം തന്നിരിക്കുന്ന എല്ലാ ലെറ്റേഴ്സിന്റെയും
പൊസിഷന്റെ സം ആണ് എന്തെന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത്. ഓക്കെ, അത് കൺഫേം ചെയ്യാം. താഴേക്ക് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ സാധിക്കും കേട്ടോ. എല്ലാ ലെറ്റേഴ്സിന്റെയും പൊസിഷന്റെ സം ആണെന്ന് പറയുന്നത് ഈ നാലാമത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ വൈറ്റ് എന്ന് പറയുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും എടുക്കുന്നത് W എന്ന് പറയുന്നത് 23 ആണ്, H എന്ന് പറയുന്നത് 8 ആണ്, അപ്പൊ 23 31 ആയി. I എന്ന് പറയുന്ന സമയത്ത് 9 40 ആവും. T വരുമ്പോഴത്തേക്കും 20 ആണ്, അപ്പൊ 60 ആയി. 5 65 65 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. തന്നിരിക്കുന്ന പോലെ എല്ലാ ലെറ്റേഴ്സിന്റെയും പൊസിഷന്റെ സം ആണ് നാലാമത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ലോജിക്കും അത്യാവശ്യം നല്ലൊരു ലോജിക്കാണ്. ചിലപ്പോൾ സമയം എടുക്കാൻ ചാൻസ് ഉള്ള ലോജിക്കാണ്. നിങ്ങൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ടൈം എടുക്കാറും ചാൻസ് ഉണ്ട്. അവിടെ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ലാസ്റ്റ് ലെറ്റർ 5 അല്ലേ, ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷൻ 5 അല്ലേ, ആ ലാസ്റ്റ് ലെറ്ററിന്റെ കൂടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷൻ പ്ലസ് നമ്പർ ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ഒരു പാറ്റേൺ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷൻ്റെ കൂടെ ഇവിടെ 5ന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ നമുക്ക് 9 വരുന്നത്. ഇവിടെ N ന്റെ കൂടെ N 14 പ്ലസ് 5 ആണെന്ന് പറയുന്നത് 19. ഇവിടെ W ആണ് 23 ആണ്, 6 ലെറ്റർ ഉണ്ട്, 23 പ്ലസ് 6 ആണ് 29. അങ്ങനെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്തിനൂടെ കൂടുന്നു? ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷൻ്റെ കൂട്ടണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ലെറ്ററുടെ E ആണ്, ഈയുടെ പൊസിഷൻ 5 ആണ്. ഇവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5 ആണ്, 5 പ്ലസ് 5 നമുക്ക് എന്ത് വരും? 10 ആൻസർ വരും. ആൻസർ 10 എന്ന് വരും. ലോജിക്ക് ഇതാണ്, ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷനോടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂട്ടുന്നു. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആണ്, കാരണം നിങ്ങൾക്ക് ആ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്? ക്യൂബ് നമ്പേഴ്സ് ആണ്. ഇത് 4ന്റെ ക്യൂബാണ്, ഇത് 5ന്റെ ക്യൂബാണ്, ഇത് 6ന്റെ ക്യൂബാണ്, ഇത് 5ന്റെ ക്യൂബാണ്. അപ്പൊ ഇവിടെ ഒരു ക്യൂബ് നമ്പർ ആയിരിക്കും നമുക്ക് ആൻസർ വരിക. എങ്ങനെ ഈ 4 5 6 5 വന്നു എന്നൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് 4 5 6 5 വന്നതും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പം നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുത്തിട്ട് അതിന്റെ ക്യൂബ് എടുക്കുവാണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ലോജിക്ക് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുത്തിട്ട് അതിന്റെ ക്യൂബ് എടുക്കുന്നതാണ് ലാസ്റ്റ് ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 4 5, അപ്പൊ 5ന്റെ ക്യൂബായി നമുക്ക് 125 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ വരിക. ഓക്കെ, ഇതാണ് സിംഗിൾ നമ്പർ കോഡിംഗ് എന്ന് പറയുന്നത്. ഒരു വേർഡിനെ ഒരൊറ്റ നമ്പർ വെച്ച് കോഡിയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ ലോജിക്കേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കുകൾ നിങ്ങൾ വന്നാൽ പെട്ടെന്ന് ഇനി കണ്ടുപിടിക്കാം, കാരണം നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്താണ് ഈ ഒരു കോഡിംഗ് കോഡിലെ നമ്പർ കോഡിംഗ്, സിംഗിൾ നമ്പർ കോഡിംഗ് നമുക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റർ കോഡിംഗ് നമ്പർ കോഡിംഗ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു 5 ടൈപ്പ് കോഡിംഗ് ഉണ്ട്. അല്ല, ആദ്യത്തെ 2 കോഡിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ലെറ്റർ കോഡിംഗ് നമ്പർ കോഡിംഗ് കൂടുതലും ചോദിക്കുന്നത് SSC റെയിൽവേ എക്സാമുകൾക്കായിരിക്കും. ബാങ്ക് എക്സാമിന് അത് മെയിൻസിന്റെ പാർട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ പക്ഷേ ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു ടൈപ്പ് ആണെങ്കിൽ കൂടിയും. അപ്പോൾ ലെറ്റർ കോഡിംഗ് നമ്പർ കോഡിംഗ് ഒരു എക്സാമിന് വരുന്ന സമയത്ത് നമുക്കത് സ്കോർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾ പാറ്റേൺസ് ഒരുപാട് കണ്ടിട്ടുണ്ടാണ്. പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ തന്നെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമിന് പോകുമ്പോഴത്തേക്കും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.